കേരള വിഷൻ ന്യൂസിലെ മാധ്യമ പ്രവർത്തകർ ഒരുക്കിയ കാളിദാസൻ കണ്ട കൊലപാതകം എന്ന മലയാളം ഷോർട്ട് ഫിലിമിന്റെ ട്രെയിലർ പുറത്ത്. പ്രസാദ് കാളിദാസനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജിഷ്ണു കെയർ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. റിമ കല്ലിങ്കലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രം IX യാൾഡ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക്. ഒക്ടോബർ 7-ന് ബ്രിഡ്ജ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലാണ് ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക് അവാർഡിൽ മികച്ച നടി, പ്രത്യേക ജൂറി പുരസ്കാരം തുടങ്ങിയ റിലീസിന് മുമ്പ് തന്നെ നിരവധി അംഗീകാരങ്ങളാണ് ചിത്രം നേടിയെടുത്തത്. ചിത്രം ഒക്ടോബർ 16-ന് തിയേറ്ററുകളിലെത്തും. ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തായ്ലൻഡിൽ ആരംഭിച്ചു. ഓങ് ബാക്ക് എന്ന സിനിമയുടെ ലോക പ്രശസ്തനായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കൊച്ച കമ്പോഡിയയുമായാണ് അണിചേർന്നാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിക്കുന്നത്. 50 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡിട്ട കന്നഡ ചിത്രം കാന്താര 2. ബുക്ക് മൈ ഷോയിൽ ഇതിനകം 1.6 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. 5.47 കോടി രൂപയോളം അഡ്വാൻസിന് നേടിയെന്നുമാണ് റിപ്പോർട്ടുകൾ. ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 2-ന് ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. രുക്മിണി വസന്ത്, ഗുൽഷൻ ദേവയ്യ, ജയറാം എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. വിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രങ്ങളിലൊന്നായ സാഹസം ഈ ആഴ്ച OTT-യിലെത്തും. ഒക്ടോബർ 1 മുതൽ ചിത്രം സൺ നെക്സ്റ്റിൽ സംപ്രേഷണം ചെയ്യും. ചിത്രത്തിലെ ഓണം മൂഡ് എന്ന പാട്ട് വൻ ഹിറ്റായിരുന്നു. ഫ്രണ്ടോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിനീഷ് KN നിർമ്മിച്ച ചിത്രം ഓഗസ്റ്റ് 8-നാണ് തിയേറ്ററുകളിലെത്തിയത്. ഇയാളെന്തിനാ എത്രയും തിരക്ക് പിടിച്ചിട്ട് കൊച്ചിയിലേക്ക് പോയത്? I need your help. For the people. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഭാഗ്യം പിള്ളേർ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവന്മാരെ കണ്ടിട്ടുള്ള വേറെ ആരല്ലേ നമ്മുടെ കൂട്ടത്തില്? ഒരു ഷൂട്ട് ഔട്ട്, ഒരു എൻകൗണ്ടർ, ഒരു ചേസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പന്നി പൊളിയായിരിക്കണം. കണ്ണു തുറന്നപ്പോ അടിയില്ല, വെടിയല്ല വെടി. ഭാവം ഓക്കെ, ഡയലോഗ് അത്ര നാച്ചുറൽ അല്ല. It's complicated. ഇത് കളി വേറെയാ മോനെ. ഈ അഡ്വഞ്ചറിന്റെ അവസാനം എന്താണെന്ന് എനിക്കും കാണും. പ്രസന്ന കുമാർ കോട്ട സംവിധാനം ചെയ്യുന്ന ഹൈലേസോ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. സുധീർ ആനന്ദാണ് നായകൻ. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചു. വജ്രവരാഹി സിനിമാസിന്റെ ബാനറിൽ ശിവ ചെറിയും രവി കിരണും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. പുരാണവും ഗ്രാമീണ സ്പർശവും ഒരുമിച്ച് ചേർത്താണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്.
തെന്നിന്ത്യൻ സൂപ്പർ താരം മജിത്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. ചിത്രത്തിന് താൽക്കാലികമായി AK-64 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം GV പ്രകാശ് നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിയേറ്ററുകളിൽ കീഴടക്കാൻ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും വീണ്ടും എത്തുന്നു. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മോഹൻലാൽ ചിത്രം രാവണപ്രഭു ആണ് തിയേറ്ററുകളിൽ വീണ്ടും റിലീസിനൊരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം 4K അറ്റ്മോസ്റ്റിൽ എത്തുന്നത് മാറ്റ്നി നൗ എന്ന കമ്പനിയാണ്. ഒക്ടോബർ 10 സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്തും. മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക സംഘടനയായ മാക്ട ഫീച്ചർ ഫിലിമുകൾക്കുള്ള തിരക്കഥ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 31 മത്സരത്തിനുള്ള സൃഷ്ടികൾ എറണാകുളം മാക്ട ഓഫീസിലേക്ക് അയക്കേണ്ടതാണെന്നാണ് സംഘാടകർ അറിയിച്ചു. മലയാള സിനിമയിലെ പ്രമുഖരായ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഉൾപ്പെടുന്ന ജൂറിയായിരിക്കും മികച്ച തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നത്. പുതിയ തിരക്കഥാകൃത്തുക്കളെ കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഫലകവും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മാക്ട നടത്തുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സൗന്ദര്യ രജനീകാന്ത്. തമിഴ് ചിത്രം താരം രജനീകാന്തിന്റെ മകളും സിനിമാ സംവിധായകയുമാണ് സൗന്ദര്യ. ഇന്ന് ഉച്ചയോടെ ഭർത്താവ് വിശാഖിനോടൊപ്പമാണ് സൗന്ദര്യ ക്ഷേത്രത്തിലെത്തിയത്. നെയ്ക്കുടം, ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ സമർപ്പിച്ച ശേഷമാണ് സൂപ്പർ താരത്തിന്റെ പുത്രിയും കുടുംബവും മടങ്ങിയത്.